ആറ്റിങ്ങൽ ലോക്സഭ NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ ആറ്റിങ്ങൽ അമർ ജവാൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. കൊട്ടിയോട് കോളനി സന്ദർശിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിനീഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിനീഷ, പ്രചാരണ ചൂടേറുകയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലും. ായിട്ടുള്ള NDAയുടെ സ്ഥാനാർത്ഥി വി മുരളീധരൻ നയിക്കുന്നത് ഇപ്പോൾ ആറ്റിങ്ങലിലെ കൊട്ടിയോട് കോളനിയിൽ അദ്ദേഹം സന്ദർശനം നടത്തുകയാണ്. രാവിലെ ആറ്റിങ്ങൽ തന്നെ അമർജ്യോതി ജവാൻ സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. അതിനുശേഷം ആ പുഷ്പാർച്ചന നടത്തിയതോടുകൂടിയാണ് പര്യടനത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം കൊട്ടിയോട് കോളനിയിലെത്തി സന്ദർശനം നടത്തുന്നതും അവിടെയുള്ള നാട്ടുകാരെ നേരിൽ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിന് പരിഹാരം കാണാനുള്ള ശ്രമം നടത്തുമെന്ന ഉറപ്പ് ഈ കോളനി നിവാസികൾക്ക് നൽകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം ഈ കോളനിക്കുള്ള വീടുകളിൽ കയറി തന്നെയാണ് സമ്പർക്കം നടത്തുന്നത്. സജീവമായ രീതിയിലുള്ള ഒരു പ്രചരണം തന്നെയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി കൂടിയായ വി മുരളീധരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ തന്നെയാണ് വി മുരളീധരന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം രാവിലെ ഈ കൊട്ടിയോട് കോളനിയിൽ സന്ദർശനം നടത്തുന്നു. എന്തായാലും അദ്ദേഹത്തിനോട് തന്നെ അദ്ദേഹത്തിന്റെ പ്രചരണം സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ആരായാം. രാവിലെ തന്നെ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. തന്നെ ഇപ്പോ എല്ലാ മേഖലകളിൽ നിന്നും ലഭിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ രാവിലെ നമ്മുടെ എല്ലാ മേഖലകളിൽ നിന്നും തീർച്ചയായിട്ടും ഇന്ന് രാവിലെ നമ്മുടെ വിമുക്ത ഭടന്മാരുടെ യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ആരംഭിച്ചത്. അതിനുശേഷം ഇവിടെ ഈ പ്രദേശത്ത് ആളുകളെ മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ കൊച്ചുകുട്ടികളോടൊക്കെ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. എല്ലാവരോടും പേര് ചോദിക്കുന്നു, അവരുടെ പഠിക്കുന്ന ക്ലാസ്സുകളൊക്കെ തിരക്കുന്നു. എന്താണ് നമ്മുടെ ഈ കുട്ടികളാണല്ലോ ഭാവി. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഭാവി എന്ന് പറയുന്നത് കുട്ടികളിലാണ്. ഇപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അടക്കം പരീക്ഷാ പേ ചർച്ച നടത്തുന്നത് കുട്ടികളുമായിട്ടാണ്. അപ്പൊ ആ കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നവരാവണം, കുട്ടികൾക്ക് അവസരങ്ങൾ കിട്ടണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം. പിന്നെ ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലായതുകൊണ്ട് ആ കാലം തൊട്ട് തന്നെ വിദ്യാർത്ഥികളുമായിട്ടും കുട്ടികളുമായിട്ടും ഇടപഴകിയിട്ടുള്ള ദീർഘകാലത്തെ ആ പരിചയമുണ്ട്. അതെല്ലാം കൊണ്ട് അത് നാച്ചുറലായിട്ട് വരുന്നതാണ്. അതങ്ങനെ ചെയ്യുന്നതല്ല. ആറ്റിങ്ങലിൽ കഴിഞ്ഞ കുറെ കാലമായി താങ്കൾ സജീവമായി തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് ആറ്റിങ്ങലിലെ ഓരോ സ്പന്ദനവും തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യഘട്ട ഒരു പ്രചരണമൊക്കെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് വിലയിരുത്താൻ സാധിക്കുന്നത്? താങ്കളുടെ ഒരു വിജയപ്രതീക്ഷ? വളരെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം. അങ്ങനൊരു സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. കാരണം നരേന്ദ്രമോദിജിയുടെ ഭരണത്തിൻ്റെ പ്രയോജനം ഈ കേരളത്തിലും രാജ്യം മുഴുവനും കിട്ടുന്നത് പോലെ കേരളത്തിലും ആറ്റിങ്ങലിലും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ ഇനിയും കിട്ടണം എന്നുള്ള ആഗ്രഹം സ്വാഭാവികമായിട്ടുണ്ടാവും. എല്ലാവർക്കും വീട് വേണം, എല്ലാവർക്കും കുടിവെള്ളം കിട്ടണം, എല്ലാവർക്കും ഭക്ഷണം കിട്ടാനുള്ള സംവിധാനം ഉണ്ടാവും, എല്ലാവർക്കും തൊഴിൽ കിട്ടണം, എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന പ്രവർത്തനം അത് ഭാവിയിൽ കൂടുതൽ സജീവമായിട്ട് വരണം. അതാണ് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് NDA സ്ഥാനാർത്ഥി. നമുക്ക് ആറ്റിങ്ങലിലെ ഈ കോളനിവാസികളോട് തന്നെ നമുക്ക് ചോദിക്കാം, അവരുടെ ഒരു പ്രതീക്ഷകളും കൂടി ചോദിക്കാം. നിങ്ങളെ കാണാൻ NDA സ്ഥാനാർത്ഥി നേരിട്ടെത്തിയിരിക്കും. എങ്ങനെയുണ്ട് പ്രതീക്ഷ? വലിയ സന്തോഷത്തിലാണ്, വലിയ ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹം നേരിൽ കാണുമ്പോൾ എന്താ തോന്നുന്നത്? വലിയ സന്തോഷത്തിലാണ്. വലിയ പിന്തുണ തന്നെയാണ് ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥിയായ വി മുരളീധരന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കത് അവരുടെ ഇവിടുത്തെ ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായകരുടെ ആ ഒരു വാക്കുകളിൽ തന്നെ അത് പ്രകടമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ കോളനി സന്ദർശനം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അനു നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും വലിയ പ്രചാരണ ചൂട് ആറ്റിങ്ങലിൽ നിന്നും എല്ലാ ദിവസവും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം, വിദേശകാര്യ ചുമതലയുള്ള സഹമന്ത്രി. അദ്ദേഹത്തിന് ആ ചുമതലകൾ കൂടി നിർവഹിക്കേണ്ടതുണ്ട്. പക്ഷെ അതിനിടയിൽ പ്രചാരണ തിരക്ക് കൂടി അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. മണ്ഡലത്തിലെ എല്ലാ ജനത്തെയും നേരിട്ട് കാണാൻ അദ്ദേഹം ഇതിനിടയിൽ സമയം കണ്ടെത്തുന്നു എന്നതുകൂടിയാണ് ശരി.